ഈ കങ്കന വാട്ടർ അയണൈസർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വെള്ളവും എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഇതിന്റെ ഫസ്റ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള വെള്ളമാണ്. Kangen water 8.5, Kangen water 9.0, Kangen water 9.5. ഈ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് പ്രകൃതിയുടെ കുറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിനുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു വെള്ളം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് കുടിക്കേണ്ടത്. പക്ഷേ 22 കിലോ ഉള്ള ഒരാൾ ഒരു ദിവസം 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇതേ വെള്ളത്തിനെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്യാസിന്റെയും ടൈമിന്റെയും കൺസംഷനും കുറയും. ഡ്രിങ്കിങ് വാട്ടർ മുകളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താഴെക്കൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന കെമിക്കൽ ബേസ് ആയിട്ടുള്ള വെള്ളമാണ്. ഇത് അസിഡിക് ആണ്. ഇത് വാഷിങ്ങിനായിട്ടും ക്ലീനിങ്ങിനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ രണ്ടാമത്തെ ബട്ടൺ ഞെക്കുമ്പോൾ ഇത് ക്ലീൻ വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം സ്പെഷ്യലി മെഡിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. മെഡിസിന്റെ കൂടെ ഇതേ വെള്ളമേ കഴിക്കാവൂ. പിന്നെ 6 മാസം താഴെയുള്ള കുട്ടികളുടെ കുറുക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ പാലുണ്ടാക്കാൻ ഇത് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ ഡൈജഷനെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഇത് നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇതുകൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ ക്ലീൻ വാട്ടർ മുകളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താഴെക്കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത് ന്യൂട്രൽ വാട്ടർ ആണ്. ഇത് കുടിക്കാൻ ഒഴികെ ബാക്കി എന്ത് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ മൂന്നാമത്തെ ബട്ടൺ ഞെക്കുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി വാട്ടർ ആണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെ വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ സ്പ്രേ ബോട്ടിനകത്ത് ഈ വെള്ളം എടുത്തിട്ട് വെറുതെ ഒന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് അവിടെ നിന്ന് ഉണങ്ങി കഴിഞ്ഞാൽ സ്കിന്നിനുള്ള കംപ്ലീറ്റ് അഴുക്കൾ ഇത് വലിച്ചെടുക്കും. സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ ഇത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് റെമഡിയാണ്. അതേപോലെ തന്നെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകിയാലോ അല്ലെങ്കിൽ മുടിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലോ താരെന്ന് പറയുന്ന പ്രോബ്ലം മാറി കിട്ടും. മുടി കൊഴിച്ചൽ മാറും, മുടി പൊട്ടുന്നത് മാറും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്കിന്നിനെയും ഹെയറിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ബ്യൂട്ടി വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്ലാസ് ടൈൽസിനൊക്കെ ഷൈനിങ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴുകിയാൽ മതി. നമ്മുടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ വെള്ളം തന്നെയാണ് ബെസ്റ്റ്. ബ്യൂട്ടി വാട്ടർ മുകളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താഴെ കൂടെ പോകുന്നത് ആൽക്കലൈൻ ബേസ് ഉള്ള വെള്ളമാണ്. ഇത് ചെടി നനയ്ക്കാനും മീൻ വളർത്താനും ബെസ്റ്റ് വെള്ളമാണ്. ഇത് നാലാമത്തെ ബട്ടൺ ഞെക്കുമ്പോൾ 2 ടൈപ്പിലെ വെള്ളമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ബട്ടൺ ഞെക്കുമ്പോൾ മുകളിൽ കൂടെ കിട്ടുന്നത് ഹൈ ആൽക്കലൈൻ നേച്ചറുള്ള വെള്ളമാണ്. ഇതിന്റെ pH വരുന്നത് 11.5 ആണ്. അതുകൊണ്ട് ഇത് റെഗുലർ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഹൈപ്പർ അസിഡിറ്റി, ക്യാൻസർ പോലുള്ള രോഗം ഉണ്ടെങ്കിൽ ഒരു ദിവസം 100 ml വരെ റെക്കമെൻഡബിൾ ആണ്. സാധാരണ ഉറക്കം വരാത്ത അവസ്ഥയിൽ 30 ml വരെ സാധാരണ ആൾക്കാർക്കും കുടിക്കാം. അതിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതൊരു വെള്ളം നമ്മുടെ കിച്ചണിലേക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മൾ ഇന്ന് മേടിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്തെന്ന് പറഞ്ഞാൽ എല്ലാം പെസ്റ്റിസൈഡ്സ് അടിച്ചാണ് വരുന്നത്. ഒരു മഞ്ഞളിനകത്ത് കഴിയാലോ അല്ലെങ്കിൽ ഉപ്പിനകത്തിട്ട് കഴിയാലോ ഇതൊന്നും മാറത്തില്ല. പക്ഷേ അതേ സാധനങ്ങൾ ഈ വെള്ളത്തിനകത്ത് ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കെമിക്കൽസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു വെള്ളം എണ്ണ ഒഴുക്കുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൗ, എണ്ണ ഒഴുക്കുള്ള തുണികൾ കഴുകാൻ ഈ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പല്ല് തേക്കുവാണെങ്കിൽ പല്ലിന് നല്ല ഷൈനിങ് കിട്ടും. ഈ സ്ട്രോങ് ആൽക്കലൈൻ മുകളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താഴെ കൂടെ ഡിസ്ചാർജ് ആകുന്നത് സ്ട്രോങ് അസിഡിക് വാട്ടർ ആണ്. ഇതിന്റെ pH വാല്യൂ 2.5 pH താഴെയാണ്. അതുകൊണ്ട് ഈ ഒരു വെള്ളത്തെ നമുക്കൊരു ഡിസ്ഇൻഫെക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മൗത്ത് വാഷ്, സാനിറ്റൈസർ, സ്റ്റെറിലൈസർ, ഈവൻ ഒരു ഡിയോഡ്രന്റിന് പകരം ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു മൗത്ത് വാഷ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൗത്ത് അൾസർ, മൗത്ത് ഒഡർ പെട്ടെന്ന് ഇല്ലാതാക്കും. പലതരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ, സോറിയാസിസ്, എക്സിമ, ഡെർമറ്റൈറ്റിസ് എന്നിവയ്ക്ക് ഈ വെള്ളം കൊണ്ട് ഒത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ല, ഇത് അപ്ലൈ ചെയ്യേണ്ട വെള്ളമാണ്. ഒരു ദിവസത്തിൽ 5-6 പ്രാവശ്യം അപ്ലൈ ചെയ്യുക. പിന്നെ ഇൻസെക്ട് ബൈറ്റ് മൂലം ഉണ്ടാകുന്ന ഇച്ചസ്, റാഷസ്, റെഡ്നെസ് ഇത് പെട്ടെന്ന് ഇല്ലാതാക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ വെള്ളത്തെ ഒരു കെമിക്കൽസ് ഏടാക്കാതെ തന്നെയാണ് ഈ എല്ലാ വെള്ളം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വെള്ളവും മെഡിക്കൽ ഗ്രേഡിലുള്ള വെള്ളമാണ്. ഇത് പ്രൂവണുമാണ്. ഇതിനെക്കുറിച്ച് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.